വാൻഹായ് കപ്പലിലെ കൂടുതൽ വസ്തുക്കൾ തീരത്തടയുന്നു. ആലപ്പുഴ അമ്പലപ്പുഴ വളഞ്ഞവഴി കടപ്പുറത്താണ് ടാങ്കർ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് ടാങ്കർ തീരത്തടിഞ്ഞത്. എറണാകുളം ചെല്ലാനം തീരത്ത് ഒരു വീപ്പയും അടിഞ്ഞു. എന്നാൽ ഇത് വാൻഹായ് കപ്പലിൽ നിന്നുള്ളത് തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം. അഞ്ജന അനിൽകുമാർ, ചെല്ലാനത്തെത്തിയ വീപ്പ വാൻഹായ് കപ്പലിൽ നിന്ന് വീണതാണോ? ആശങ്കയാണോ ഇപ്പോൾ? സുജയ, ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ചെല്ലാനം മാലാഗപ്പടിയിൽ ഒരു വീപ്പ അടിഞ്ഞതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് വാൻഹായ് കപ്പലിൽ നിന്നുള്ളതാണോ എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംശയം. പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും കോസ്റ്റൽ പോലീസും എത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് കണ്ണമാലി പോലീസും റവന്യൂ വകുപ്പുമാണ് എത്തിയിട്ടുള്ളത്. ഇവർ പ്രാഥമികമായ പരിശോധന നടത്തിയതിനു ശേഷം ഈ വീപ്പ കാലിയാണെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ വീപ്പ ഇവിടെ അടിഞ്ഞത് നമ്മുടെ എല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അവർ തന്നെയാണ് ഈ വീപ്പ പിന്നീട് താഴ്ചയിലേക്ക് പോകാതിരിക്കാനായി ഒരു കയർ ഉപയോഗിച്ച് കെട്ടുകയും ചെയ്തത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ വീപ്പ ആദ്യം കണ്ട ചേട്ടൻ ചേരുകയാണ്. എത്ര മണിയോടെ? 6:30 സമയത്താണോ ഇത് കണ്ടത്? ഇന്ന് രാവിലെ 6:30 ഈ വീപ്പ ഇവിടെ കാണുന്നത്. സാധാരണ ഇങ്ങനെ ഒരു വീപ്പകളോ മറ്റു കാര്യങ്ങളൊന്നും കാര്യം അടിയാറില്ല. ഇതൊരു കുറച്ച് ദിവസമായി ആൾക്കാരെല്ലാം ആശങ്കയിലാണ്. കാരണം മറ്റേ കപ്പൽ മുങ്ങിയോടുകൂടി സ്വാഭാവികമായിട്ടും എറണാകുളം ജില്ലയുടെ തെക്ക് മേഖലയിലേക്ക് ഇതെല്ലാം വരുമെന്നുള്ള ചില സൂചനയുണ്ട്. ആൾക്കാരെല്ലാം ആശങ്കയിലാണ്. അതുകൊണ്ട് പലരും രാവിലെ എഴുന്നേറ്റാൽ ഈ കടൽ തീരത്തൊക്കെ നോക്കാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനെ എല്ലാവരും കൂടിയാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ഇത് പോലീസുമായി ബന്ധപ്പെട്ട് റവന്യൂ അറിയിച്ചു. പക്ഷേ ഇതിനകത്തൊരു ആശങ്ക, ഇനിയും ഇതിനകത്ത് ഒന്നുമില്ലെങ്കിലും തോന്നിയപ്പോലും അതിനകത്ത് എന്താണ് എന്നുള്ള മനസ്സിലാകുന്നില്ല പലരും. അതിനകത്ത് എന്തെങ്കിലും വാതക രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇത്തരം ആശങ്കകൾ പരിഹരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇങ്ങനെ ഈ കപ്പലുകൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പലതും ഇപ്പം നടത്തിയ ആശങ്കയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീരദേശങ്ങളിലെല്ലാം തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു, ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. എറണാകുളം, തൃശൂർ, ആലപ്പുഴ, കൊല്ലം തീരങ്ങളിൽ അടിയാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഈ കപ്പലിൽ നിന്നുള്ളതാണോ എന്നത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് വരേണ്ടത്. ഇതിനായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തും. അതിനുശേഷം നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.